ഹായ് ഫ്രണ്ട്സ്, സാമ്പാർ പൊടി ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായി എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, ഒരു സവാള, ഒരു ചെറിയ കഷ്ണം വഴുതനങ്ങ, 2 മുരിങ്ങക്ക, ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമുക്ക് കുതിർക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം കായം, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു സാമ്പാർ പൗഡർ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായവും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഈ പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കാം. സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് 2 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളി, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളയ്ക്കട്ടെ. സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് വറ്റൽമുളകും അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം.
നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.